100 കോടിക്ക് ബദൽ 2000 കോടിയോ? നമുക്കറിയാം ബാർക്ക് തട്ടിപ്പ് കേസ്. ഈ ബാർക്ക് തട്ടിപ്പ് കേസിൽ 24 ന്യൂസിന്റെ പരാതിയിൽ റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചത്? അടുത്തത് പിന്നാലെ 24 ന്യൂസ് ചെയർമാനായിട്ടുള്ള ആലുങ്കൽ മുഹമ്മദിനെതിരെ 1-2 കോടിയുടെ അല്ല 2000 കോടിയുടെ തട്ടിപ്പ് കേസ് ഇതാ വന്നിരിക്കുന്നു. സൗദിയിലെ ഹോസ്പിറ്റൽ ശൃംഖല വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ പരാതി. അതായത് ബാർക്ക് തട്ടിപ്പ് കേസിലെ പ്രതി ആരെന്ന് വ്യക്തമാക്കി 24 ന്യൂസ് പോലീസിൽ പരാതി നൽകിയതോടെ റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ 24 ന്യൂസിന്റെ ചെയർമാനായിട്ടുള്ള ആലുങ്കൽ മുഹമ്മദിനെതിരെയുള്ള 2000 കോടിയുടെ തട്ടിപ്പ് കേസും ഇതേ ദിവസം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ സൗദിയിലെ ഹോസ്പിറ്റൽ ശൃംഖല വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തുവെന്നും അതിനുശേഷം ഒത്തുതീർപ്പിന് വിളിച്ചു വരുത്തി ക്രൂരമർദ്ദനം നടത്തിയെന്നുള്ളതാണ് പരാതി. ചാനൽ ചെയർമാനാണ് ആലുങ്കൽ മുഹമ്മദ്. അദ്ദേഹമാണ് ഒന്നാം പ്രതി. നെടുമ്പാശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൽ സലാം അബ്ദുൾ റഹ്മാന്റെ പരാതിയിലാണ് മുഹമ്മദ് ആലുങ്കലും മറ്റ് 5 പേർക്കുമെതിരെ ഇപ്പോൾ കേസ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ നമ്മൾ മുമ്പ് ഞാനൊരു വാർത്തയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ബാർക്ക് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കുടിപ്പക പോലെ ആയി പോകുന്നു. അന്ന് പല ചാനലുകളും ഓരോ ചാനലുകൾ മുൻപ് എത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം കാലാകാലങ്ങളായിട്ട് ഏഷ്യാനെറ്റാണ് 1ാം സ്ഥാനം പങ്കിട്ടുകൊണ്ടിരുന്നത്, അത് നമുക്കറിയാം. അതിനുശേഷം 24 ന്യൂസും മാതൃഭൂമിയും മനോരമയും ഒക്കെ ആ സ്ഥാനങ്ങൾ 1, 2, 3, 4 എന്നുള്ള സ്ഥാനങ്ങളിൽ നിലനിർത്തുമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വരവുണ്ടായത്. അതിനുശേഷം റിപ്പോർട്ടർ ചാനൽ പൊടുന്നനെ അവർ 1ാം സ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ച പലപ്പോഴും ഉണ്ടായി. അങ്ങനെയാണ് ബാർക്ക് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ആ ബാർക്ക് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളാണ് ശ്രീകണ്ഠൻ നായർ 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ പരാതിയായിട്ട് നൽകിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസിന്റെ ഒരു സാഹചര്യം ഉണ്ടായത്. ആ കേസ് ഉണ്ടാകുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത എന്നുള്ള രീതിയിലായിരുന്നു ആ കേസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ 100 കോടിയോളം രൂപ അതിനകത്ത് നൽകിയാണ് ബാർക്ക് റേറ്റിൽ 1ാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ ചാനൽ എത്തിയത് എന്നടക്കമുള്ള വാർത്തകളാണ് അന്ന് വന്നിരുന്നത്. അപ്പോൾ അതിന് ബദലായിട്ടാണ് ഇപ്പോൾ 24 ന്യൂസിന്റെ ചെയർമാനായിട്ടുള്ള ആലുങ്കൽ മുഹമ്മദിനെതിരെ 2000 കോടി രൂപയുടെ ഒരു തട്ടിപ്പ് കേസ് ഉണ്ട് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തട്ടിപ്പ് കേസ് എന്ന് പറയപ്പെടുന്നത്, അപ്പോൾ ഒന്നിന് ബദലായിട്ട് മറ്റൊന്ന് കൊടുത്ത് ഇങ്ങനെ ശരിയാക്കാൻ പറ്റുന്നതാണോ നമ്മുടെ മാധ്യമ പ്രവർത്തനവും മാധ്യമ മേഖലയും? എത്രത്തോളം മലീമസമായിരിക്കുന്നു ഈ മാധ്യമ മേഖല എന്നുള്ളതാണ്. പരസ്പരം പോരടിക്കുന്ന വിഭാഗക്കാരെ പോലെയായി. നമുക്കറിയാം, ഗുണ്ടകൾ തമ്മിലുള്ള പോരാട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. പണത്തിനും പെണ്ണിനും പൊന്നിനും ഒക്കെ വേണ്ടിയിട്ട് നടത്തുന്ന അത്തരത്തിലുള്ള ഗുണ്ടാവിളയാട്ടങ്ങൾ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമൊക്കെ ഉള്ളതാണ്. പക്ഷെ മാധ്യമ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ ഒരിക്കലും ഇപ്പോൾ നമ്മുടെ ഈ കെട്ടകാലത്ത് ഒരിക്കലും അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. സത്യസന്ധമായ വാർത്തകൾ നൽകുവാൻ ഒരു മാധ്യമ പ്രവർത്തകനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. എല്ലാവർക്കും റേറ്റിംഗിലേക്ക് എത്തപ്പെടുന്നതിന് വേണ്ടിയുള്ള വാർത്തകൾ മാത്രം സൃഷ്ടിക്കപ്പെടും. നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ റേറ്റിംഗ്, ഈ അടുത്ത ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വറും ഒക്കെയാണ് കഥാപാത്രങ്ങളായിട്ട് തീരുന്നത്. ഗർഭവും ഗർഭചിത്രവും ഒക്കെയാണ് വാർത്തകളായിട്ട് തീരുന്നത്. ഇതിനപ്പുറം ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ലോകത്ത് മറ്റു വാർത്തകളൊന്നും ഇല്ലേ എന്ന് തോന്നിപ്പോകും. നമ്മുടെ ഈ പറയുന്ന പല ചാനലുകളിലെയും പ്രമുഖരായിട്ടുള്ള റിപ്പോർട്ടർമാർ രാവിലെ 6 മണി തൊട്ടേ പുറത്തിറങ്ങുന്നത്, റിപ്പോർട്ടിംഗ് ചെയ്യാനായിട്ട് പുറത്തിറങ്ങുന്നത് ഒന്നുകിൽ രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഗർഭിണിയാക്കി ആരുടെയെങ്കിലും ഒക്കെ വീടുകളിലേക്ക് എത്തി ആ വാർത്തകൾ നൽകാൻ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മാധ്യമ പ്രവർത്തകർ തമ്മിലുള്ള ഒരു വടംവലിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാധ്യമ പ്രവർത്തനമായിട്ടുള്ള അനിൽ നമ്പ്യാരുടെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റാണ് ഈ വീഡിയോയ്ക്ക് ആധാരമാകുന്നത്. 24 ന്യൂസ് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിനെയും മറ്റ് 5 പേരെയും പ്രതികളാക്കി നെടുമ്പാശ്ശേരി പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു. നിലമ്പൂർ സ്വദേശി അബ്ദുൽ സലാം അബ്ദുൾ റഹ്മാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സൗദി അറേബ്യയിലെ 2000 കോടി രൂപയുടെ ആശുപത്രി ശൃംഖല വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുത്തു. പരാതിക്കാരനെ കള്ളക്കേസിൽ കുടുക്കി അവിടെ ജയിലിലടച്ചു. ഒത്തുതീർപ്പിനെന്നോളം വിളിച്ചു വരുത്തി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. ശ്രീകണ്ഠൻ നായർ ബ്രേക്കിംഗ് ന്യൂസായി ഇത് കൊടുക്കുമോ? ഒരു ചാനലിന്റെ പിൻബലത്തിൽ നിയമം കയ്യിലെടുത്ത് ഗുണ്ടായിസം കാണിക്കുക. റിപ്പോർട്ടർ ചാനലിലെ അഗസ്റ്റിൻ സഹോദരന്മാരുടെ പാതയിൽ ആലുങ്കൽ മുഹമ്മദും എത്തി കലക്കിയിട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് അനിൽ നമ്പ്യാർ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് ആധാരമായി വെക്കുന്നത്.
കാരണം ശ്രീകണ്ഠൻ നായർ എന്ന് പറയപ്പെടുന്ന 24 ന്യൂസിന്റെ MD-യും ബാക്കിയുള്ള സഹപ്രവർത്തകരും പിന്നെ ഈ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളും റിപ്പോർട്ടർ ചാനലിനെതിരെ നൽകിയ കേസുമൊക്കെ നമ്മൾ പല വീഡിയോകളിൽ കണ്ടതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ മറ്റൊരു കേസ് 24 ന്യൂസിനെതിരെ കൊടുത്തിരിക്കുന്നത്. ഈ 24 ന്യൂസിന്റെ പരാതിയിൽ ബാർക്ക് തട്ടിപ്പ് കേസിൽ റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്കെതിരെയും കേസെടുത്തിരുന്നു. ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥിനെതിരെ കേസെടുത്തിരുന്നു. 24 ചാനലിലെ ഉണ്ണികൃഷ്ണനാണ് ഈ പരാതിക്കാരൻ എന്ന് പറയപ്പെടുന്നത്. ശ്രീകണ്ഠൻ നായരുടെ അതിവിശ്വസ്തനാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ള ആള്. നേരത്തെ തന്നെ ബാർക്കിലെ അശാസ്ത്രീയതയും തട്ടിപ്പും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മീഡിയ വൺ ബാർക്കിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് പിന്നാലെ നിരവധി പരാതികൾ വന്നതിനെ തുടർന്നുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ആരംഭിക്കുകയും അതിനായിട്ട് സൈബർ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ BNS 316 വകുപ്പുകൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുക. റേറ്റിംഗ് ഡാറ്റയിൽ തിരിമറി നടത്തി എന്നുള്ളതാണ് ആരോപണം. നേരത്തെ മുഖ്യമന്ത്രിക്കും DGP-ക്കും ശ്രീകണ്ഠൻ നായർ പരാതി നൽകിയിരുന്നു. പക്ഷെ അതിൽ ചാനലിന്റെ പേരുണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയത്. ഇതോടുകൂടിയാണ് കേസെടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ബാർക്കിൽ ഒരു ചാനലിനെതിരെ മറ്റൊരു ചാനൽ പരാതി നൽകുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്തിരിക്കുന്ന ഒരു കേസ് കൂടിയാണ്. ഇതോടെ റിപ്പോർട്ടർ TV ഉടമയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വിവാദത്തിൽ റിപ്പോർട്ടർ TVക്കും മറുപടി നൽകേണ്ടി വരും. താനാണ് റിപ്പോർട്ടർ TV ഉടമ എന്നാണ് ആന്റോ അഗസ്റ്റിൻ പരസ്യമായി പറയുന്നത്. എന്നാൽ രേഖകളിൽ അങ്ങനെ അല്ല എന്നുള്ള വാദമുണ്ട്. ഈ അടുത്ത കാലത്ത് സൈബർ സഖാക്കളുടെ പ്രിയങ്കരനായി മാറിയിരുന്നു ആന്റോ അഗസ്റ്റിൻ സത്യസന്ധനാണ് എന്നും മാന്യനാണ് എന്നും വരെ അവർ പ്രചരിപ്പിച്ചിരുന്നു. അതിനിടെയാണ് 24 ന്യൂസിന്റെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ചേർന്ന് 2015 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ഗൂഢാലോചന നടത്തി പരാതിക്കാരൻ സൗദി അറേബ്യയിൽ 2003 മുതൽ പ്രവർത്തനം നടത്തി വരുന്ന ഏകദേശം 2000 കോടി രൂപ വിലമതിക്കുന്ന ആശുപത്രി ശൃംഖല വ്യാജരേഖയുണ്ടാക്കി ചതിയിലൂടെ തട്ടിയെടുത്തു എന്നാണ് നെടുമ്പാശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയ FIR-ൽ പറയുന്നത്. ആശുപത്രി ശൃംഖല തട്ടിയെടുത്തതിന് പുറമെ വ്യാജ പരാതികൾ നൽകി പരാതിക്കാരനെ സൗദി അറേബ്യയിൽ ജയിൽവാസം അനുഭവിക്കുന്നതിന് ഇടയാക്കി എന്നും പറയുന്നുണ്ട്. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്ന വ്യാജേന ഈ പറയുന്ന വ്യക്തിയെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഫ്ലോറ റെസിഡൻസി ഹോട്ടലിൽ വിളിച്ചു വരുത്തി പരാതിക്കാരനെ പൂട്ടിയിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. 24 ന്യൂസ് ചാനൽ ചെയർമാനായ മുഹമ്മദ് ആലുങ്കലാണ് കേസിലെ 1-ാം പ്രതി. ഇദ്ദേഹത്തെ കൂടാതെ നിസാം അലി, അബ്ദുൽ ലത്തീഫ്, സുബൈർ, ഷിഹാബുദ്ദീൻ, സമീർ എന്നിവരാണ് 2 മുതൽ 6 വരെയുള്ള മറ്റു പ്രതികൾ. ഒരു തട്ടിപ്പുകാരൻ നൽകിയ വ്യാജ പരാതിയിലെ വിവരങ്ങളാണ് റിപ്പോർട്ടർ ചാനൽ വെളിപ്പെടുത്തിയത് എന്ന പേരിൽ പുറത്തുവിട്ടത് എന്നുള്ള ആരോപണമാണ് ആലുങ്കൽ ഉന്നയിക്കുന്നത്. അതായത് തനിക്കെതിരെ വ്യാജ വാർത്ത നൽകി പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന് റിപ്പോർട്ടർ ചാനലിനെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയതായിട്ട് ആലുങ്കൽ മുഹമ്മദ് തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കള്ളപ്പരാതി നൽകിയ അബ്ദുൽ സലാമിനെതിരെയും മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അങ്ങോട്ടുള്ള യുദ്ധം എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലും 24 ചാനലും തമ്മിലുള്ള ഒരു യുദ്ധമായി, നേർക്കുനേർക്കുള്ള യുദ്ധമായി തീർന്നു. ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഇങ്ങനെ നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള മാധ്യമ പ്രവർത്തനം ആവശ്യമാണോ? മാധ്യമ പ്രവർത്തനത്തിനിടയിൽ പണം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ അത് കൊണ്ടെത്തിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലായ്മയിലേക്കാണ്. അങ്ങനെ സമൂഹത്തോട് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുതലാളിമാരായി എത്തുന്ന ആൾക്കാർ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനം ഈ പറയുന്ന പോലെ മാപ്രകൾ എന്ന് വിളിക്കുന്ന തരത്തിലേക്കുള്ള മാധ്യമ പ്രവർത്തനമായിട്ട് മാറുന്നു. മാധ്യമ പ്രവർത്തനത്തിനെ ഇത്തരത്തിൽ വല്ലാതെ വൃത്തികെട്ട മലീമസമാക്കുന്ന തരത്തിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും സംഭവിക്കാൻ പോകുന്നത് ഈ റിപ്പോർട്ടർ ചാനലും 24 ചാനലും ഒക്കെ തമ്മിൽ പരസ്പരമുള്ള യുദ്ധങ്ങളായിരിക്കും. ഇതൊന്നും ഇല്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് എത്താൻ ഇവർക്ക് കഴിയുന്നുമില്ല. ഇതിന് മുകളിലേക്ക് എത്തപ്പെടുന്നവർ അല്ലെങ്കിൽ വ്യവസായം, ബിസിനസ് മാത്രം ലക്ഷ്യമിട്ട് വരുന്നവർ ഇതുപോലെ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തന മേഖലകളിലേക്ക് എത്തിയാൽ ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകളും ഗുണ്ടായിസവും ഉണ്ടാകുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാകട്ടെ ഇത്.